നല്ല വെറ്റി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കറി. തെരണ്ടി കഷ്ണം തോന്നട്ടെ. അല്ലപ്പ നീ എന്നാ ഈ നട്ടുച്ചക്ക് തീർന്നേ പണിയില്ലേ? ഇതാ മീൻ ഇതാ തീയിടാൻ ഉച്ച രാവിലെ ഉണ്ടാനൊക്കെ സമയം കിട്ടി. അതോടെ ഞാൻ കുറച്ച് തീ ഇട്ടോടാ. എന്നാ മീൻ കിട്ടീനി? നിങ്ങൾ ആരെ ചെരുപ്പിട്ടിട്ടാ പോയിനി? ഓ ഒന്നും പറഞ്ഞൂടല്ലേ, ഞാൻ പറഞ്ഞു വന്നേ ഇല്ലു. നീ തേണ്ടി കിട്ടിയത് ചെരുപ്പ് മാറിപ്പോയില്ലേ? ഞാൻ തിരക്കിനടിയില് മാറിയതാണ്. നീ എന്റെ ചെരുപ്പ് ഇടല്ലേ? അവിടെ സാരമില്ല. അല്ലല്ല, പാമ്പ്. ഇപ്പൊ കഷ്ണത്തിന് 140 ഉറുപ്പ്യാണ്. 140 ഉറുപ്പ്യാണ് കഷ്ണത്തിന്. എങ്ങനെ വെക്കുന്നത്? മുളകിലിട്ട് വെച്ചോ. സമയായില്ലേ? സമയം 12 മണി കഴിഞ്ഞു അല്ലേ? എന്ന് പറയുന്ന കറി വെച്ചിനി പരിപ്പും കയ്യ. എന്നാലും ഏതായാലും മൂർച്ചയായിരുന്നില്ല. അങ്ങോട്ട് കളഞ്ഞൂടെ? അത് കളയണ ഇത് കളയണ്ട. കളയുന്നാല് ഇതും പണിയായ ഇതൊന്നും പണിയില്ലേ. മുറിച്ചു കൊണ്ടുവന്നാലും പ്രശ്നമാണ്. ഞാൻ പിടിക്കാം എന്ന് ചോദിച്ചിട്ട് പറയല്ല. അയ്യോ ഇറച്ചി പോന്ന നീ ഇറച്ചി കളയല്ല. ഇറച്ചി എല്ലാം കളയല്ല. പൈസ കൊടുത്ത ഞാനല്ല അല്ലേ? എനിക്ക് ചൂടുണ്ടാവില്ലല്ലോ. മുതലേന്റെ പാല് പോലെ കാണിച്ചേ മോത്തലേരെ പാല് കണക്കന്നെയാ. ഇത് വലിയ മീനായി കഷ്ണം കഴിച്ചുകൊണ്ടിരുന്നേ. കഷ്ണം കഴിച്ചാടെ വെക്കുന്ന. അങ്ങനെ അവിടെ തരണ്ടി മുറിച്ചായിട്ടുണ്ടേ. നല്ല ഇറച്ചി കഷ്ണം പോയി ഉണ്ടല്ലേ കണ്ടാൽ. ബീഫ് അല്ലേ? എനക്ക് ഇഷ്ടാണ്, നിങ്ങക്ക് ഇഷ്ടല്ലേ? പിന്നെ ഞാൻ ടെസ്റ്റിന് പോയില്ലേ നമ്മളെ തോറ്റത് പറയാ. ഡ്രൈവിങ്ങിന് പോയില്ലേ? അവിടെ നമ്മുടെ 3 ഫ്രണ്ട്സ് ഉണ്ട് മുസ്ലിം കുട്ടികളെ. അതിൽ അവരെന്നോട് ചേച്ചി ബീഫ് കൂട്ടലില്ല അല്ലേ? കുറച്ച് തരാൻ പറയാ നല്ല ആക്കിട്ട്. എന്നിട്ട് ഞാൻ കൂട്ടലില്ല, അതാണ് കൂട്ടണ്ട് പറഞ്ഞു നമ്മളെ പാത്തോണ്ടി. നാടൻ കൂട്ടൽ പറഞ്ഞൂടെ? അവർക്ക് എന്തിനു പറയുന്നത്? ഞാൻ എല്ലാവരും അവർക്ക് അറിയായിട്ടാ. അതിന്റെ ചട്ടി വരെ തുടക്കലുണ്ട്. അതില് പരക്കീറ്റെല്ലാം തിന്നലുണ്ടേ. അതിന്റെ പറ്റെല്ലാം ഉണ്ടാവില്ല. ചട്ടി തുടക്കാൻ ടേസ്റ്റ് അല്ലേ? എന്നാ പറയുന്ന ചട്ടി കൊടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ചട്ടി അടി പറഞ്ഞ നല്ല ടേസ്റ്റാണ് സംഭവം. ദോശ ഇട്ടിട്ട് പെരക്കിട്ട് അങ്ങ് തിന്നാൻ ഒരു കുഴ കഴിച്ചിട്ട് അതിലിങ്ങനെ പെരക്കിട്ട് ചട്ടിയിലെ സൈഡെല്ലാം ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവുമല്ലോ. നീ ഒന്നില്ലേ? ഇല്ല. മത്തിക്കറി ചട്ടിയിൽ ഇങ്ങനെ പെരക്കിട്ട് ചട്ടി പെരക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. നമ്മളെല്ലാം പ്രായത്തിലുള്ള ആൾക്കാരെല്ലാം പെരക്കിയിട്ടുണ്ടാവും. എന്നാ പറയുന്നേ? എന്നാ മടി പിടിക്കണ്ട. ഇപ്പം ചട്ടി കിട്ടില്ല ഇനി. ഇവിടെ ചട്ടി തരയില്ല. നമ്മളെ കഴുകി ഡയലോഗ് അടിക്കാണ്ട് ഇതൊന്ന് വൃത്തി കഴുകട്ടോ. അപ്പോൾ കഴുകി വെച്ച നമ്മുടെ തേണ്ടി മീനിലേക്ക് കുറച്ച് ഉപ്പിട, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒന്ന് തിരക്കി വെക്കും. എന്താ കൈ പോച്ച എടുക്കുന്നുണ്ട്?
മഞ്ഞപ്പൊടിയിലും ഉപ്പും ഉപ്പ് കൂട്ടിയ പിന്നെ ഉപ്പ് കൂട്ടി എന്താ കുറച്ചിടണം. അതാണ് നിൽക്കുന്നത്. ഇനി കുറച്ച് മസാല ചെയ്യാറൊക്കെ 2 സ്പൂണ് കാശ്മീരി, കുറച്ച് സാധാ മുളക് പൊടി 1 സ്പൂൺ അല്ലേ, മല്ലിപ്പൊടി കുറച്ച് 1/2 സ്പൂൺ, ലേശം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, കുറേശ്ശെ മിക്സ് ആക്കി എടുക്കാം അല്ലേ, കൈ കൊണ്ടാക്കി കൂടെ. അപ്പം നമ്മുടെ മസാലയുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ കളിക്കുന്നത്? അപ്പൊ നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ടേ, വേഗം തീ പിടിച്ചിരുന്നു അല്ലേ. നീ പറക്കി കൊണ്ടുവന്ന കൊനച്ചല് ഉണ്ടാ, പാണ് കൊനച്ചല് തെങ്ങിന്റെ അല്ലേ, മടല്. നമ്മ പിന്നെ പൈനൂർക്കാറല് ഈ മട്ടക്കാണെല്ലാം കത്തിക്കല്, കൊലച്ചല്, മട്ടക്കാണ, പാണ്, ഓലക്കടി. വേഗം കത്തൂല്ലേ, വേഗം കത്തും. പിന്നെ ചട്ടി വെച്ച് കൊടുക്കാം, നമ്മുടെ മീൻകറി തയ്യാറാക്കാം അല്ലേ. വെളിച്ചെണ്ണ വെച്ചേ, അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, കുറച്ച് കടുവേ, തീ കുറച്ചിട്ടുണ്ടേ. ഇനി അടുത്തത് ഇഞ്ചി ഇടേ, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, നമ്മുടെ ചതച്ച് വെച്ച ചെറിയ ഉള്ളിയെ, പച്ചമുളക്, ഇനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അത് കുറച്ച് വെള്ളം ഒഴിക്കും. ഇനി നമ്മുടെ കുടംപുളിയെ, കുടംപുളി, കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. മതി മതി മതി, തിളക്കട്ടെ. കുറച്ച് ഉപ്പ് ഇടുന്നുണ്ടേ, നമ്മ മറ്റേ ഇട്ടതാണ് അല്ലേ, മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് പെരക്കി വെച്ച തേണ്ടി കഷ്ണമാണ്, അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം, എടുക്ക്. അപ്പുറം ഇട്. വേവട്ടെ, അടച്ചു വെച്ച. ഇപ്പം എന്തായി നോക്കട്ടെ. ആ കറി അടിപൊളിയായിട്ടുണ്ട്, നല്ല വെറ്റി വന്നിട്ടുണ്ട് അല്ലേ. അതാ അമ്മേടെ അടുത്ത് പോയിനി, അതാണ് നമുക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി പോയിനെ. നമുക്ക് 2 ആള് അല്ലെ 3 ആൾ തന്നെ വേണം, ഒന്ന് പിടിച്ചിരുത്തണം, പിന്നെ കഞ്ഞി വാരി കൊടുക്കണം, അങ്ങനെയെല്ലാം. അപ്പൊ ഞാനും അടുത്തും കൂടി കഞ്ഞിയെല്ലാം കൊടുത്തൊന്ന് ഡ്രസ്സെല്ലാം ഒന്ന് മാറ്റി, വിരിയെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പൊ പനി തന്നെ എല്ലാവർക്കും, രണ്ടാക്കും പനി തന്നെ. 2 ദിവസം മുമ്പേ നമ്മ ആസ്പത്രി പോയത്, സ്റ്റിച്ചെല്ലാം എടുത്തു. അപ്പൊ ഇനി 1 മാസം കഴിഞ്ഞിട്ട് പോണം. അച്ഛൻ പറഞ്ഞ അങ്ങോട്ടേക്ക് ഞാൻ കൂട്ടാടാകുമ്പോ എല്ലാരും ഇല്ലേ. ഇപ്പൊ അമ്മ തറവാട്ടിലാ ഇല്ലേ, അങ്ങോട്ടേക്ക് കൂട്ടിയിരുന്നില്ല. ആദ്യത്തെ ഒരാഴ്ച നമ്മൾ ഇവിടെ ഉണ്ടായിനി. അമ്മ 2-3-4 മാസം മുമ്പ് നമ്മൾ വീട്ടിലുണ്ടായിനി. ഓണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാടാണ് അന്ന് വീണത്. അന്നേരം വീട്ടിലെ ഇവിടെ തന്നെ ഉണ്ടായിനി. ഇപ്പൊ ഇന്നലെ അങ്ങോട്ട് പോയത്. തെരണ്ടി വറ്റിച്ചത്, മുളകിട്ട് വറ്റിച്ചത് അല്ലേ, ഇതാ കളറ്.
എന്നാ പിന്നെ ഇന്നത്തെ ഊണ് കഴിക്കാം. ആദ്യം നമ്മുടെ തേണ്ടിയെ നോക്കേ. കഷ്ണം തോന്നട്ടെ. പച്ചത്തേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല എരിവും കൃത്യ പുളിയെല്ലാം പിടിച്ചിട്ടുണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടേ. എന്തുണ്ട് കറി? നീ വെച്ചോണ്ടാ. ഇവക്കും കറി കുറച്ചേ ഉള്ളൂ കേട്ടാ, കൂടുതൽ എടുക്കൂല. അമ്മക്കും കുറച്ച് കറിയേ ഉള്ളൂ അല്ലേ? അച്ഛൻ നല്ലോണം പെരക്കി കഴിക്കണം കറി. അനക്ക് അങ്ങനെ വേണ്ട. അങ്ങനെ നല്ല അങ്ങനെ ഇതന്നെ ഇപ്പൊ അത്രേ ഉള്ളൂ കറി കൊണ്ട്. എക്സ്ട്രാ കറി ഉണ്ടല്ലോ. എന്നാ പിന്നെ നമ്മൾ കഴിക്കട്ടെ. താറ്റ കൊടുത്തേ.